നടന്നൊരു ഒരു സംഭവമാണ്. എനിക്ക് എൻ്റെ അടുത്തൊരു അച്ഛൻ, ഒരു കുട്ടിയുടെ അച്ഛൻ വന്നു. അവരുടെ ആദ്യത്തെ കുട്ടിയാണ്. ഇപ്പോൾ 1 വയസ്സാണ് കുട്ടിക്ക്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു കരൾ മാറ്റി വെക്കാൻ വേണ്ടി അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഈ 1 വയസ്സുള്ള കുട്ടിയിൽ കരൾ മാറ്റി വെക്കേണ്ടത്? അതിൻ്റെ കാരണം നമ്മൾ അറിയണം. അപ്പോൾ ചില കാരണങ്ങൾക്ക് നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താം, ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഒരു ഹിസ്റ്ററി നോക്കിയപ്പം ഈ കുട്ടി ആദ്യത്തെ കുട്ടിയാണ്, ആൺകുട്ടി. ഈ കുട്ടിക്ക് 4 മാസം 5 മാസം ആകുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് മിൽക്ക് കുറവായിരുന്നു, പാൽ പ്രൊഡക്ഷൻ കുറവായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അവർ ഫോർമുല ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവരുടെ വിചാരം നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻസോ ഇങ്ങനെ ലാക്സേറ്റീവ്സ് ഉണ്ടല്ലോ, വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള മരുന്നുകൾ, അതൊക്കെ കൊടുത്താൽ കുട്ടിക്ക് കൂടുതൽ ഹാനികരമാണെന്ന് ഓർത്ത് അവരൊരു പരമ്പരാഗത വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള തെറപ്പീസ് തരാൻ പറഞ്ഞപ്പം അദ്ദേഹം ഒരു കഷായമൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തു. ആ കഷായം ഈ അമ്മയും അച്ഛനും ഈ കുട്ടിക്ക് 4 മാസം മുതൽ ഏകദേശം 6 മാസത്തോളം ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരുന്നു ഈ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടിക്ക് ഒട്ടും വയ്യായി, അതായത് ആഹാരമൊന്നും കഴിക്കുന്നില്ല, ആളൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കോ ഓട്ടോ ഒന്നുമില്ല, ഫുൾ ടൈം കിടപ്പാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ലിവറിൽ നല്ല കരൾ വീക്കം ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് മാതിരി ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്തോ വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ വന്നാന്ന് ആ സമയത്ത് ആ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പക്ഷേ വൈറസ് ഒക്കെ നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ എന്തോ വൈറൽ ഇൻഫെക്ഷൻ വന്നതിൻ്റെ ആവാന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ടീവ് കെയർ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ കുട്ടി കൂടുതലായി വഷളായിക്കൊണ്ടിരുന്നു, മഞ്ഞപ്പിത്തം ആരംഭിച്ചു. അപ്പോൾ ആ സമയത്ത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പം അവരവിടെ ലിവറിൻ്റെ ബയോപ്സി ചെയ്തു. അതിൻ്റെ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ലിവർ ബയോപ്സി ചെയ്തപ്പം അതിനകത്ത് അവർ എഴുതിയേക്കുന്നത് ഡിലി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചറി. ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഹെർബും ആവാം. അപ്പോൾ നമ്മൾ തന്നെ ഹെർബ് എന്ന് പറയും, ഹെർബ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചറി എന്ന് പറയും, ഹിലി. അപ്പോൾ അവർ സംസാരിച്ചപ്പം ഈ കഷായം കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് പയ്യെ ലിവറിൽ കരൾ വീക്കം വന്ന് പയ്യെ ലിവർ ഫെയിലായി. അതായത് ഒരു വെറും ഫെയിലർ അല്ല, ഒരു പ്രത്യേകതരം രോഗമാണിത്, കരൾ രോഗമാണ്. അതായത് ഈ പറയുന്ന ചില പച്ചമരുന്നുകളിൽ നമ്മൾ കാണുന്ന നമ്മൾ വലിയ കുഴപ്പമില്ല സേഫ് ആണെന്നൊക്കെ കാണുന്ന പല ചെടികളിലും പൈറോസോളിഡീൻ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ലിവറിലുള്ള കോശങ്ങളെയും ഏറ്റവും പ്രാധാന്യമായിട്ട് ലിവറിലുള്ള രക്തക്കൊലകൾ, ബ്ലഡ് വെസൽസ്, രക്തക്കൊലകളുടെ കോശങ്ങളെയും ഇത് നശിപ്പിക്കും. ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. നശിപ്പിച്ചിട്ട് ലിവറിനകത്ത് ഈ രക്തയോട്ടം കുറഞ്ഞ് പയ്യെ ലിവർ ചുരുങ്ങി ലിവർ ഫെയിൽ ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിൻ്റെ പേരാണ് വീനോ ഒക്ലൂസീവ് ഡിസീസ്. ഇപ്പം അതിന് പുതിയ പേര് സൈനസോയിഡൽ ഒബ്സ്ട്രക്ഷൻ സിൻഡ്രോം എന്ന് പറയും. SOS എന്നാണ് ഇതിന് പറയുന്നത്, ഹെപ്പാറ്റിക് SOS, ലിവറിൽ മാത്രം വരുന്നതാണ്. ഇതിൻ്റെ ഒരു ഭയങ്കരമായ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരുന്ന വ്യക്തികളിൽ 100% മരണമാണ്, 100% ഡെത്താണ് ഇതിൽ വരുന്നത്. ഈ കുട്ടിക്ക് സബ് അക്യൂട്ട് SOS എന്ന് പറഞ്ഞ അസുഖമാണ്. അതായത് പയ്യെ ഡെവലപ്പ് ചെയ്ത SOS എന്ന് പറഞ്ഞ അസുഖമാണ് ലിവറിൽ വന്നത്. അത് ബയോപ്സിയിൽ അവർ സ്ഥാപിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇവർ എന്താണ് ഈ കഴിച്ചെന്ന് അറിയണമല്ലോ, ഇവർ കഷായം കൊടുത്തെന്ന് പറയാം. അപ്പോൾ എനിക്ക് ഒരു 2 ദിവസം മുമ്പ് അതിൻ്റെ കൂട്ട് അവർ അയച്ചു തന്നു. അപ്പം അതിനകത്ത് അവർ കൊടുക്കുന്നത് പടവലം, കടുകരോഹിണി, പെരുങ്കുമ്പളം വേര്, ചിറ്റാമൃത്, ചുക്ക്, മുത്തങ്ങ, പിന്നെ മരമഞ്ഞൾ തൊലി, മലർ, ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഈ 3 സാധനം, അതായത് പടവലം, മുത്തങ്ങ, ഈ പെരുംകുമ്പളം വേര്, ഇതിനകത്തൊക്കെ പൈറോസോളിഡീൻ ആൽക്കലോയിഡ് ഉണ്ട്. അത് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് കൊടുത്ത് അതായത് മാസങ്ങളായിട്ട് ഈ കുട്ടിക്ക് ഈ ടോക്സിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അങ്ങനെ ലിവർ ഫെയിലറായി. അപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഈ കുട്ടിക്കില്ല. ഈ കുട്ടിക്ക് ജീവിക്കണമെങ്കിൽ കരൾ മാറ്റി വെക്കണം. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡോണർ ആയിട്ട് വരാൻ വേറെ ഡോണേഴ്സ്, നമുക്ക് കടവർ പ്രോഗ്രാം ഇവിടെ ഒരുപാട് ചലനം ഇല്ലാതെ ഇരിക്കുകയാണ്. ഈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കടവർ ഡൊണേഷൻ ഒന്നും കിട്ടുന്നില്ല, അവരുടെ പൈസ ഇല്ല. ഒരു സെൻട്രലൈസ് സിസ്റ്റം ഒന്നും നമുക്കില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരെ സഹായിക്കാൻ. അപ്പം അമ്മയും ഫാദറും മാച്ചിങ് ആണ് ഡോണർ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കുട്ടിയെ കൊണ്ട് വാ, ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്തു തരാം. നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാന്നുള്ള, അല്ലാതെ ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഡോക്ടർമാരും ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. ഞാൻ വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ വാ, എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, പൈസയുടെ കാര്യം നോക്കണ്ട, കംപ്ലീറ്റ്ലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇത് പറയുന്ന വെറും സിമ്പിളായിട്ടുള്ള ഈ പച്ചമരുന്നെന്ന് പറഞ്ഞ് കഴിച്ചതാണ് 1 വയസ്സുകാരൻ മരിക്കാൻ പോകുന്നത്. ഭയങ്കര കഷ്ടമാണ്.